أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ 10ാമത്തെ ക്ലാസ്സിൽ ഫിലിൽ മുളാരി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഫായിലിനെ പറ്റി പറയാം. അപ്പോൾ ഫിലിൽ മുളാരിയും ഫിലിൽ മാദിയും ആദ്യം നമ്മൾ ഫിലിൽ മാദി പഠിച്ചു, പിന്നെ മുളാരി പഠിച്ചു. ഫാല ഫല ഫാലു ഫാലത്ത് ഫലത്ത ഫാൽന ഫാൽത്ത ഫാൽത്തുമ ഫാൽത്തും ഫാൽത്തി ഫാൽത്തുമ ഫാൽത്തുന്ന ഫാൽത്തു ഫാൽന മാദി. അമാരി മുളാരി യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു. ഇത് എല്ലാം 14 രൂപം തന്നെയാണ്. നമ്മളൊരു ഫെയില് കാണുമ്പോൾ ആ ഫെയിലിൽ പ്രവൃത്തി ചെയ്ത ഒരാളുണ്ടാവും. ഇപ്പോൾ ഫാല ആണെങ്കിൽ പ്രവൃത്തി ചെയ്ത ഒരാൾ ആരായിരിക്കും? ഒരു പുരുഷനായിരിക്കും, മുദക്കറായിരിക്കും. അത് ഒരാളായിരിക്കും. അത് ഞാനുമല്ല നിങ്ങളുമല്ല, തേർഡ് പേഴ്സൺ ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ അല്ല, സെക്കൻഡ് പേഴ്സൺ അല്ല, തേർഡ് പേഴ്സൺ ആയിരിക്കും ഗായിബ്. എന്നാൽ അതൊരു സ്ത്രീ ആണെങ്കിലോ ഫാലത്ത് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫാലത്ത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്, ഒരാളാണ്. അത് ഫസ്റ്റ് പേഴ്സൺ അല്ല, സെക്കൻഡ് പേഴ്സൺ അല്ല, തേർഡ് പേഴ്സൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ 14 രൂപത്തിലും 14 ആൾക്കാർ ഫായിലായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിന് ശേഷം ഫായിലിനെ വെളിപ്പെടുത്തും. ചില സമയത്ത് ഫായിലിനെ വെളിപ്പെടുത്തും. അപ്പോൾ ഫായിലിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള രൂപം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഫാലക്ക് പകരം, ഫാലക്കും എഫ്അലുക്കും പകരം നമ്മൾ അബദ എന്നൊരു പദമാണ് എടുത്തിട്ടുള്ളത്. അബദ എന്ന് പറഞ്ഞാൽ അവൻ ആരാധിച്ചു. ഇത് ഏകദേശം 150 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട്. 150 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട് ഈ ഫാല എഫ്അലു എന്ന രൂപത്തിൻ്റെ പല ഭാഗങ്ങളും. അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് തേടി പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കിട്ടും. അങ്ങനെയുള്ള ചില പദങ്ങളാണ് ഇന്ന് നമ്മൾ ഖുറാനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഫാലക്ക് പകരം അബദ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അബദ എന്ന് പറഞ്ഞാൽ അവൻ ആരാധിച്ചു. അബദ അവൻ 2 പേർ ആരാധിച്ചു. അബദു അവർ ആരാധിച്ചു. അബദത്ത് അവൾ ആരാധിച്ചു. അബദത്ത അവൾ 2 പേർ ആരാധിച്ചു. അബദ്ന അവർ സ്ത്രീകൾ ആരാധിച്ചു. അബദ്ത ഇത് ഇപ്പോൾ നമ്മൾ 6 പറഞ്ഞത് ഗായിബാണ്. പിന്നെ മുഖാത്തബിൽ വന്ന് അബത്ത നീ ആരാധിച്ചു. അബത്തുമ നിങ്ങൾ 2 പേർ ആരാധിച്ചു. അബത്തും നിങ്ങൾ ആരാധിച്ചു. അബത്തി നീ സ്ത്രീ ആരാധിച്ചു. അബത്തുമ നിങ്ങൾ 2 പേർ ആരാധിച്ചു. അബത്തുന്ന നിങ്ങൾ സ്ത്രീകൾ ആരാധിച്ചു. അബത്തു ഞാൻ ആരാധിച്ചു. അബദ്ന ഞങ്ങൾ ആരാധിച്ചു. അതിന് നേരെ മുളാരി രൂപമാണ് യഅ്ബുദു. നമ്മൾ ഫാല യഫ്അലു പറഞ്ഞ പോലെ തന്നെ അബദ യഅ്ബുദു. യഅ്ബുദു അവൻ ആരാധിക്കുന്നു. യഅ്ബുദാനി അവർ 2 പേർ ആരാധിക്കുന്നു. യഅ്ബുദൂന അവർ ആരാധിക്കുന്നു. തഅ്ബുദു അവൾ ആരാധിക്കുന്നു. തഅ്ബുദാനി അവർ 2 സ്ത്രീകൾ ആരാധിക്കുന്നു. യഅ്ബുദ്ന അവർ സ്ത്രീകൾ ആരാധിക്കുന്നു. തഅ്ബുദു 6 രൂപം കഴിഞ്ഞ് ഗായിബ് കഴിഞ്ഞ് മുഖാത്തബ്. തഅ്ബുദു നീ ആരാധിക്കുന്നു. തഅ്ബുദാനി നിങ്ങൾ 2 പേർ ആരാധിക്കുന്നു. തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നു. തഅ്ബുദീന നീ ഒരു സ്ത്രീ ആരാധിക്കുന്നു. തഅ്ബുദാനി നിങ്ങൾ 2 സ്ത്രീകൾ ആരാധിക്കുന്നു. തഅ്ബുദ്ന നിങ്ങൾ സ്ത്രീകൾ ആരാധിക്കുന്നു. അഅ്ബുദു ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ഈ രൂപത്തിലുള്ള അർത്ഥമായിരിക്കും അതിനുണ്ടാവുക. 3 അക്ഷരങ്ങൾ ഏത് പദം എടുത്ത് നോക്കിയാലും ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് സൂറത്ത് മറിയമിലെ 42ാമത്തെ ആയത്ത് ഒന്ന് ഖുറാനിൽ നിന്ന് എടുക്കുക. സൂറത്തുൽ മറിയമിലെ 42ാമത്തെ ആയത്ത് ഏകദേശം 300 കഴിഞ്ഞ ഒരു പേജ് ആയിരിക്കും. സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞിട്ട്
അടുത്തതാണ് സൂറത്തുൽ മറിയം. ആ മറിയമ്മിലെ 42-ാമത്തെ ആയത്ത്. അതിലൊരായത്ത് എങ്ങനെയാണ്? ഇത് കാല ലി അബീഹി യാ അബത്തി. ഇത് കാല ലി അബീഹി യാ അബത്തി. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടൂൾസാണ്. ഇത് തന്നെ സന്ദർഭം ഓർക്കണം. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കി, ഈ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് അള്ളാഹു നമ്മളോട് പറയാണ്. ഇത് കാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ്. കാല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരാളുണ്ട്, ഒരാളാണ് നമുക്കറിയാം, അത് പുരുഷനാണ് എന്നും അറിയാം. അവിടെ ഫായിലിനെ പക്ഷെ അതിന് മുമ്പേ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞിട്ടാണ് ഇത് കാല. അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കണം. ലി അബീഹി, ലി അബു എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ്. ലി എന്ന് പറഞ്ഞാൽ ക്ക് അല്ലെ യോട് എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് ലി. ക്ക് യോട് ന് എന്നൊക്കെ അർത്ഥം വരും. കാല ലി അബീഹി, അദ്ദേഹത്തിൻ്റെ അബു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോലെ വമീറുണ്ട്. അബീഹി അദ്ദേഹത്തിൻ്റെ പിതാവിനോട്. ലി അബീഹി, ലി എന്ന് പറഞ്ഞാൽ കിന്ന്, അബു എന്ന് പറഞ്ഞാൽ പിതാവ്, അതിൻ്റെ കൂടെ ഒരു ലമീർ വന്ന്, അത് ഹുവ എന്നുള്ള ലമീർ അതിന് ഒട്ടി നിൽക്കുമ്പോഴാണ് അബീഹി എന്ന് പറയുന്നത്. ലി അബീഹി, തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. യാ അബത്തി, യാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. യാ എന്നും വിളിക്കും, യാ അയ്യുഹ എന്നും വിളിക്കും, പറയും വിളിക്കാൻ വേണ്ടിയിട്ട്. യാ എന്നും പറയും, യാ അയ്യുഹ എന്നും പറയും. നമ്മൾ ജുമാ കുത്തുബയിലൊക്കെ കേൾക്കും, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ഇൻസിൻ്റെ ജമ്മാണ് നാസ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിക്കണം എന്ന് ദിവസം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട് കുത്തുബയിൽ. യാ അബത്തി, അബത്തി എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് പിതാവിന്. അബത്തി, യാ അബത്തി, എൻ്റെ പിതാവേ, എൻ്റെ വാത്സല്യ പിതാവേ, എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോട് വിളിക്കുന്ന ഒരു പേരാണ് അബത്തി. അതുപോലെ തന്നെ അതിന് നേരെ മകനെ എന്ന് വിളിക്കാനും ഉപയോഗിക്കും. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ യാ ബുനയ്യ എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അമ്മാതിരി യാ അബത്തി, ഇത് കാല, ഇത് സന്ദർഭം ഓർക്കണം. ഇത് കാല, ഈ സന്ദർഭം അദ്ദേഹത്തെ പറഞ്ഞ സന്ദർഭം നീ ഓർക്കണം. ലി അബീഹി, തൻ്റെ പിതാവിനോട്. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ. ലിമ, ലിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെയാണ് അതിനർത്ഥം. ലിമ അതോ ടൂൾസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലിമ എന്തിന്, എന്തുകൊണ്ട്. ലിമ താഴ്ബുദു, അവിടെ നമ്മൾ ഈ അബദയുടെ ഒരു രൂപം വന്നിട്ടുണ്ട്, അത് മുവാരിയാണ്. താഴ്ബുദു അല്ല, ലിമ എന്തുകൊണ്ട്. താഴ്ബുദു പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അർത്ഥം? താഴ്ബുദു, രണ്ട് താഴ്ബുദു ഉണ്ടാവും. ഒന്ന് സ്ത്രീലിംഗം ഗായിബാണ്, ഒന്ന് പുല്ലിംഗം മുഖാത്തബാണ്. ഇവിടെ മുഖാത്തബാണ്, കാരണം എൻ്റെ മുമ്പിലുള്ള ആളോടാണ് പറയുന്നത്. അപ്പോൾ മുഖാത്തബാണ്, അപ്പോൾ പുല്ലിംഗമാണ് അത്. താഴ്ബുദു ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആരാണ്? ഇബ്രാഹിം നബിയാണ് പറഞ്ഞത്, തൻ്റെ പിതാവിനോടാണ് പറഞ്ഞത്. അപ്പോൾ താഴ്ബുദു പറഞ്ഞാൽ എന്തായിരിക്കും? താഴ്ബുദു പറഞ്ഞാൽ നീ ആരാധിക്കുന്നു. പിതാവാണ്, അതുകൊണ്ട് എന്തിന് താങ്കൾ ആരാധിക്കുന്നു? ലിമ താഴ്ബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ലിമ താഴ്ബുദു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥമുണ്ട്, എന്ത് എന്നുള്ള അർത്ഥമുണ്ട്, ഇല്ല എന്നുള്ള അർത്ഥമുണ്ട്. എന്ത്, ഒന്ന്, ഇല്ല എന്നൊക്കെ മാക്കുള്ള അർത്ഥം വരും. ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ വൺ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. പറയാൻ പോകുന്ന കാര്യം, പറയാൻ പോകുന്ന ഒന്ന് പറയും. എന്തൊന്ന് എന്ന് പറയില്ലേ, പറയാൻ പോകുന്നത് എന്നൊക്കെ സന്ദർഭത്തിനനുസരിച്ച് അത് ഉപയോഗിക്കും. മാ എന്തുകൊണ്ട്. ലാ എന്ന് നിഷേധിക്കാനുള്ള ലായെന്ന്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല, അരുത് എന്നൊക്കെ ഉപയോഗിക്കുന്ന ലായാണ്. ലിമ താഴ്ബുദ്, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ലിമ താഴ്ബുദ്, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മാവു, സമയയുടെ മുവാരി രൂപമാണ്. സമയ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു, യസ്മാവ് അവൻ കേൾക്കുന്നു. അപ്പോൾ യസ്മാവു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫയറുടെ അബദയുടെ കാലത്ത് യസ്മാവ് കടന്നാൽ മാ ലാ യസ്മാവു,
അവൻ കേൾക്കുന്നു. അപ്പം മാ ലാ യസ്മ എന്നാണ് അവൻ കേൾക്കുന്നില്ല. കേൾക്കാത്ത ഒന്നിനോട് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത ഒന്നിനോട്. മാ ലാ യസ്മാവും, കേൾക്കാത്ത ഒന്നിനോട് എന്തിനാണ് എൻ്റെ പിതാവ് പൊന്നു പിതാവ് നിങ്ങൾ ആരാധിക്കുന്നത്? ലിമ താബുദു അബദല മുഖാത്തബ് രൂപമാണ്, മുഖാത്തബ് മുദക്കർ രൂപമാണ് താബുദു. എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മാവ്, അത് കേൾക്കുന്നില്ല, അത് കേൾക്കുകയില്ല. വലാ യുബ്സിറു, വല വീണ്ടും വാ എന്നുള്ളതിൻ്റെ എന്നുള്ള അർത്ഥത്തിനാണ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിനാണ് വാ ഉപയോഗിക്കുക. വീണ്ടും ലാ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു. ലാ യുബിസിറു, യുബിസിറു എന്ന് പറഞ്ഞാൽ ബസറ കാണുക, കാണുക. അതിൻ്റെ മുതാരിയാണ് യുബിസിറു. ബസറ യബ്സുറു, അതിൻ്റെ മുതാരി രൂപമാണ് യുബിസിറു. കേൾക്കാത്ത, കാണാത്ത, കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത. വലാ യൗനി, വീണ്ടും പറഞ്ഞു വലാ യൗനി, ഒരു ഉപകാരവും ചെയ്യാൻ കഴിവില്ലാത്ത, ഒരു ഉപകാരവും കാണാനോ കേൾക്കാനോ കാണാനോ തങ്ങൾക്ക് ഒരു ഉപകാരമോ ചെയ്യാൻ കഴിയില്ലാത്ത ഒന്നിനെ എന്തിനാണ് തങ്ങൾ ആരാധിക്കുന്നു? അൻക, അൻക എന്ന് പറഞ്ഞാൽ, അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നുള്ള അർത്ഥം കിട്ടും. അൻക നിങ്ങൾക്ക്, കാക്കുമാക്കും എന്ന് പറഞ്ഞില്ലേ, അന്തക്ക് പകരം അൻക നിങ്ങൾക്ക്, ഷെയ്അൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നിനോട് എന്തിനാണ് എൻ്റെ പിതാവെ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ നമ്മളവിടെ പദം ഏതാണ്? താബുദുണ്ട്, മുതാരിയാണ് താബുദുണ്ട്. പിന്നെ യസ്മാവു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു. മാ ലാ യസ്മാവു, കേൾക്കാത്ത, അതിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ലാ കൊടുന്നത്. കേൾക്കാത്ത ഒന്നിനോട്. വലാ യുബ്സിറു, അതും ഈ രൂപം തന്നെയാണ്. യുബ്സിറു, ബസറ യുബ്സിറു, ബസറ യബ്സുറു. അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് യുബ്സിറു. അത് നമുക്ക് പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാം. യുബ്സിറു, കേൾക്കാനോ കാണാനോ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ കഴിയുകയില്ലാത്ത ഒന്നിനോട് എന്തിനാണ് എൻ്റെ പിതാവെ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ അതാണ് ആ ആയത്തിൻ്റെ മനസ്സിലാക്കാനുള്ളത്. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഇത് കാലല്ലി അബീഹി, ഇത് സന്ദർഭം ഓർക്കണം. കാല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം. ലി അബീഹി, തൻ്റെ പിതാവിനോട്. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ. ലിമ, എന്തിനാണ് താബൂദു തങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് ഈ ഇതിനെ ആരാധിക്കുന്നത്? ഒരു ബിംബത്തെ ആരാധിക്കുന്ന സമയത്താണ് പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്. മാ ലാ യസ്മ, അത് കേൾക്കുകയില്ല. വലാ യുബ്സിറു, അത് നിങ്ങളെ കാണുകയുമില്ല. വലാ യുഗ്നി അൻക, താങ്കൾക്ക് വലാ യുഗ്നി അൻക ഷൈഅ, ഒരു ചുക്കം ചെയ്യാൻ കഴിയാത്ത ഒരു വിഗ്രഹത്തോട് എന്തിനാണ് എൻ്റെ പൊന്നുപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഇതാണ് ആ ആയത്തിൻ്റെ രൂപം. അപ്പോൾ അത് ഇനി മുതൽ അബദ്ധം വരുമ്പോൾ ഇനി ഒരു സംശയത്തിന് ഇടവരരുത്. അവരുടെ അർത്ഥം എന്തായിരിക്കുന്നു? താബൂദ് തന്നെ താങ്കൾ ആരാധിക്കുന്നു, താബൂദ് താങ്കൾ ആരാധിക്കുന്നു. ഇത് കാലി അബീഹി, തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ. ലിമ താബൂദ്, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മ, അത് കേൾക്കുകയില്ല. വലാ യുബ്സിറു, കാണുകയില്ല. വലാ യുഗ്നി അൻക ഷൈഅ, താങ്കൾക്ക് ഒരു ഉപകാരമോ അത് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒന്നിനോട് എന്തിനാണ് എൻ്റെ പിതാവെ താങ്കൾ ആരാധിക്കുന്നത് എന്നാണ് ആ ആയത്ത്. പിന്നെ സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, നമ്മൾ പറഞ്ഞ് യാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയ്യുഹ, യാ അയ്യുഹ എന്ന് ഉപയോഗിക്കും. അല്ലദീന നമുക്ക് പഠിച്ച പദമാണ്, ഇസ്മുൽ മൗസൂലാണ്. അല്ലദീന എന്ന് പറയുമ്പോൾ ഒരാളല്ല, രണ്ടാളല്ല, രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടായിരിക്കും. അല്ലദീ, അല്ലദാനി, അല്ലദീന. ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അല്ലദീ പറയും, രണ്ടാളെ പറ്റിയാണ് അല്ലദാനി പറയും. അല്ലദീന എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു, ആമനു വിശ്വാസികളെ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് അല്ലദീന എന്ന് പറഞ്ഞത്, അതിന് ബഹുവചനമായിട്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് അള്ളാഹു വിളിക്കുകയാണ്. അള്ളാഹു വിളിച്ചിട്ട് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഒരാൾ നമ്മളെ വിളിച്ചാൽ നമ്മൾ ചെവി കൊടുക്കില്ലേ? എന്താ പറഞ്ഞത് കേൾക്കില്ലേ? പക്ഷേ ഖുർആൻ മാത്രം യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നടക്കും.
അല്ലേ? നമ്മളെ ഒരാളെ വിളിച്ചാൽ നമ്മളെ പേര് വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി കൊടുക്കും എന്താ പറഞ്ഞത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കുലു, നിങ്ങൾ ഭക്ഷിക്കുക, മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, വിശിഷ്ടമായത് ഭക്ഷിക്കുക, മാ റസഖ്നാക്കും, റസഖ തന്നെ നൽകി, റിസ്ക് നൽകി, മാ തന്നെ ഒന്ന്, ആ റിസ്ക് നൽകിയത് റസഖിന, ഫാൽത്തു ഫാൽന എന്ന് പറഞ്ഞില്ലേ, ഫാൽത്തു ഫാൽന, റസഖിന നാം നൽകി, കും നിങ്ങൾക്ക്, വമീർ കാക്കുമാക്കും എന്നുള്ള വമീർ, റസഖിനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കണം. വഷ്കുറൂ ലില്ലാഹി, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയും വേണം. നിങ്ങൾ വെറും ആണ് തിന്നാൽ മാത്രം പോരാ, കന്നുകാലികളെ പോലെ ആണ് തിന്ന് വയറിറച്ചാൽ പോരാ, അതിന് നന്ദി അത് കഴിഞ്ഞാൽ എത്തി കഴിഞ്ഞാൽ റബ്ബെ എനിക്ക് ഇത് നൽകിയ നിനക്ക് സ്തുതി റഹ്മാനെ എന്ന് നമ്മൾ പറയണം. അൽഹംദുലില്ലാഹി ലദീ അത്അമനി ഹാദാ ത്വഅമ ഗൈറ ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്ന പ്രാർത്ഥന നമ്മൾ പറയണം. അൽഹംദുലില്ലാഹി ലദീ അത്അമനി, ഇത് ഭക്ഷിച്ച ഈ എൻ്റെ പ്രയത്നം കൊണ്ടോ ഒരു ശക്തി കൊണ്ടോ ഒന്നുമല്ല ഇത് എനിക്ക് എൻ്റെ മുമ്പിൽ വന്നു പെട്ടത്, ഈ ഭക്ഷണം എനിക്ക് കിട്ടിയത്. ഞാൻ കൊയ്തുണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ നനച്ചുണ്ടാക്കിയതൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ മുന്നിലെത്തി എനിക്ക് തിന്നാൻ വേണ്ടി പാകപ്പെടുത്തി തന്ന നിനക്ക് സ്തുതി റഹ്മാനെ എന്ന് പറയാം. അൽഹംദുലില്ലാഹി ലദീ അത്അമനി ഹാദാ ത്വഅമ ഗൈറ ഹൗലിൻ വലാ ഖുവ്വത്തിൻ, എൻ്റെ ഒരു പ്രയത്നം കൊണ്ടോ ഒരു ശക്തി കൊണ്ടോ അല്ല ഇത് അള്ളാഹുവേ നീ എനിക്ക് ഇത് തന്നത്, അതിന് നിനക്ക് സ്തുതി റഹ്മാനെ എന്ന് നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായി നിങ്ങൾ കഴിക്കണം. വഷ്കുറൂ ലില്ലാഹി, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും വേണം. ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, ഇൻ കുന്തും, ഇൻ തന്നെ എങ്കിൽ, ഇല്ല എന്നുള്ള അർത്ഥത്തിലും വരും, സാധാരണ എങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. എങ്കിൽ, ഇൻ കുന്തും, കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കുന്തും നിങ്ങൾ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ഇയ്യാഹു അവനെയാണ്, തഅബ്ദൂൻ നിങ്ങൾ ആരാധിക്കുന്നു എന്നില്ല പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് കഴിക്കണം. അത് കഴിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും താങ്ക്സ് പറയുകയും വേണം. അത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന് വളരെ പ്രധാനമാണ് നമ്മൾ ശുക്ർ ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം ചെയ്തെന്നാൽ നമ്മൾ പേന താഴത്ത് നമ്മൾ കയ്യിൽ നിന്ന് താഴത്ത് ആരെങ്കിലും എടുത്തു തരാണെങ്കിൽ ഉടനെ നമ്മൾ താങ്ക്സ് പറയും, അല്ലേ? ഇത്രയും അനുഗ്രഹം നൽകിയ അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ നന്ദി പറയണം. വഷ്കുറുലില്ലാഹി, നിങ്ങൾ നന്ദി പറയണം. ഇൻകുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് നന്ദി പറയണം. ആ വാരി വലിച്ച് തിന്നാൽ പോരാ, തിന്നതിന് ശേഷം നന്ദി പറയണം, പ്രാർത്ഥന ചെല്ലണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സൂറത്തുൽ ബഖറയിലെ 172 ആയത്താണ്. ആ ആയത്തൊന്ന് എടുത്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കുക. യാ അയ്യുഹല്ലദീന എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികളെ, എന്നാൽ മുസ്ലിം ആണെങ്കിലാണ് വിളിക്കുന്നത്. മുസ്ലിം ആണോ നിങ്ങൾ എന്നെങ്കിൽ വരി, ഇത് കേൾക്കി. കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കണം. വഷ്കുറൂ ലില്ലാഹി, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയും വേണം, താങ്ക്സ് പറയുകയും വേണം. ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനക്ക് നന്ദി പറയണം. അമാര് മറ്റൊരു ആയത്ത് നോക്കാം. സൂറത്തു സാഫാത്തിലെ 85 ആയത്ത്. ഇദ്കാലി അബിഹി വ ഖൗമിഹി മാദാ തഅബ്ദൂൻ, അതും ഇബ്രാഹിം നബിയുടെ പരാമർശം തന്നെയാണ്. ഇബ്രാഹിം നബിനെ പറ്റി പറഞ്ഞിട്ടാണ് അവിടെ. ഇത് കാല ലി അബിഹി, ഇത് നല്ല സന്ദർഭം ഓർക്കുക. കാലി അബിഹി വ ഖൗമിഹി, തൻ്റെ പിതാവിനോടും തൻ്റെ ജനങ്ങളോടും പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇബ്രാഹിം നബി തന്നെയാണ് തൻ്റെ പിതാവിനോട് മാത്രമല്ല തൻ്റെ കൗമിനോടും മാതാ തഅബ്ദൂൻ, എന്തിനെ ഞങ്ങൾ ആരാധിക്കുന്നത്? മാതാ തഅബ്ദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അതിവിടെ തഅബ്ദൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരാധിക്കുന്നു എന്താണ്?
അതായത് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോടും ജനങ്ങളോടും പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അതാണ് അവിടെ ചോദിക്കുന്നത്. സൂറത്തു സാഫാത്തിൽ തന്നെ 95-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. 95-ാമത്തെ ആയത്തിൽ കാല അദ്ദേഹം പറഞ്ഞു. അതും ഇബ്രാഹിം നബി തന്നെയാണ് പറയുന്നത്. കാല അദ്ദേഹം പറഞ്ഞ് ആ താബുദൂന എന്ന് പറഞ്ഞാൽ എന്താണ്? താബുദൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നു. അതിൻ്റെ മുമ്പ് ഒരു അംസ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആരാധിക്കുകയാണോ? നമ്മൾ പറഞ്ഞ് ഒരു അംസ ഒരു പദത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അംസ കൊണ്ടുവരുന്നത്. ആ താബുദൂന നിങ്ങൾ ആരാധിക്കുകയാണോ? മാ തൻഹിത്തൂൻ. തൻഹിത്തൂൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ട് നിർമ്മിക്കുന്നതിനെയാണ് തൻഹിത്തു എന്ന് പറയാം. തൻഹിത്തും മാ തൻഹിത്തൂൻ നിങ്ങൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒന്നിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? കാല അദ്ദേഹം പറഞ്ഞു ആ താബുദൂനെ നിങ്ങൾ ആരാധിക്കുകയാണോ? താബുദൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നു. അതിൻ്റെ മുമ്പ് ഒരു ഹംസ കൊടുന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആരാധിക്കുകയാണോ? ആ താബുദൂന നിങ്ങൾ ആരാധിക്കുകയാണോ? മാ എന്ന് പറഞ്ഞാൽ ഒന്ന്. തൻഹിത്തൂൻ നിങ്ങൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒന്നിനെ നിങ്ങൾ ആരാധിക്കുകയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫായിൽ ആരാണ്, ഫായിലിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, എന്തൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. ഇവിടെ ഇത് ഇത്ര മതി, ഇനി കൂടുതൽ ലെങ്തായിട്ട് പ്രശ്നമാകണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഫായിലിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ മാദ്യം മുളാരിയും ഏതൊരു പദം കിട്ടിയാലും മാദ്യം മുളാരിയും ആ രൂപം ഉണ്ടാക്കി നോക്കുക. അത് ഖുർആൻ ഓതുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ താഴ്ബുദ് നമ്മൾ പറഞ്ഞില്ല, 150 സ്ഥലത്ത് ഇതിൻ്റെ പല രൂപങ്ങളിലായിട്ട് ആദ്യമായിട്ടും മുളാരിയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഓതുമ്പോൾ നോക്കുക. അതുപോലെ തന്നെ അതുപോലുള്ള പദങ്ങൾ 3 അക്ഷരമുള്ള പദങ്ങൾ സർഫ് ചെയ്ത് നോക്കുക. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇത് രൂപത്തിൽ തന്നെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ടൂൾസുകൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.